ഹായ് ഓൾ, വെൽക്കം ടു CC ബാങ്ക്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പൊ നമ്മുടെ CC എഡ്യൂടെക് മേഖലയിലെ 10 വർഷം പൂർത്തീകരിച്ചതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് CCയിൽ ഇപ്പം ബിഗ് ഡേയ്സ് ഓഫർ നടക്കുകയാണ്. നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും അപ് ടു 30% ഓഫർ പ്രൈസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇനി നിങ്ങളുടെ മത്സര പരീക്ഷകളിലെ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലെ നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് CCയോടൊപ്പം ആകട്ടെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ അക്കൗണ്ടൻസിയിലെ ചില ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ 1-2 പരീക്ഷകൾ എടുക്കുകയാണെങ്കിൽ കുറഞ്ഞത് 1-2 ചോദ്യങ്ങളെങ്കിലും പ്രോബ്ലം പാർട്ടിൽ നിന്ന് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. When sales are ₹2 lakh, fixed cost is 40,000, PV ratio is 40%, the amount of profit will be. ചോദ്യം എന്താണ്? 2 ലക്ഷം രൂപയാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് 40,000 ആണെന്ന് തന്നിട്ടുണ്ട്. PV റേഷ്യോ 40% തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 20,000, ഓപ്ഷൻ ബി 40,000, ഓപ്ഷൻ സി 60,000, ഓപ്ഷൻ ഡി 80,000. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് പ്രോഫിറ്റിലോട്ട് പോകാനായിട്ട് പറ്റുമോ? ഇല്ല. എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ്, അല്ലെ? കോൺട്രിബ്യൂഷൻ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പ്രോഫിറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഏതാണ്? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. ഇവിടെ നമുക്കറിയാം സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 lakh rupees ആണ് സെയിൽസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അതിന്റെ 40% കാണുക. എത്ര കിട്ടും? 80,000 രൂപ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ സോൾവ് ചെയ്യാം. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള 80,000 മൈനസ് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 40,000 ഫിക്സഡ് കോസ്റ്റ് ആണ്. അത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 40,000, 80,000 നിന്നും 40,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 40,000 ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. When profit volume ratio is 40% and sales value ₹2 lakh, the variable cost എന്താണ്? കഴിഞ്ഞ ഒരു ചോദ്യത്തിന്റെ മറ്റൊരു വകഭേദമാണ്, അല്ലെ? ഇവിടെ PV റേഷ്യോ എത്രയാണ്? 40%. സെയിൽസ് വാല്യൂയിലും മാറ്റമൊന്നുമില്ല. എത്രയാണ്? 2 ലക്ഷം രൂപയാണ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വേരിയബിൾ കോസ്റ്റ് ആണ്. ഇത് രണ്ടും കഴിഞ്ഞ CACBയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യങ്ങളാണ്. നോക്കിക്കേ, അതിന്റെ അകത്ത് ഫിഗറിന്റെ അകത്ത് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്, അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്ത് തന്നെയാണ് പിന്നെയും ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് PV റേഷ്യോ എന്ന് പറയുന്നത് 40%. അങ്ങനെയെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 100-ൽ നിന്നും PV റേഷ്യോ ആയിട്ടുള്ള 40 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 60% ആയിരിക്കും എന്താ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് സെയിൽസിന്റെ 60%, സെയിൽസ് ആയിട്ടുള്ള 2 ലക്ഷം ഇൻറ്റു 60%. എത്ര കിട്ടി? അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഒരു സംശയം വേണ്ട, 1,20,000. എങ്ങനെയാണ് 1,20,000 കിട്ടിയത്? സെയിൽസിന്റെ വാല്യൂ ആയിട്ടുള്ള 2 ലക്ഷത്തിനെ വേരിയബിൾ കോസ്റ്റിന്റെ വാല്യൂ ആയിട്ടുള്ള 60% കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 1,20,000 എന്ന ആൻസറിലോട്ട് എത്തുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു എക്സാമിന്റെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ചോദ്യത്തിന്റെ അടുത്ത ഘട്ടം എന്ന രീതിയിൽ അവിടെയും PV റേഷ്യോ 40 ആയിരുന്നു. സെയിൽസ് വാല്യൂ എത്രയായിരുന്നു? 2 ലക്ഷമായിരുന്നു. ഇനി വരുന്ന എക്സാമുകൾക്കും ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ PV റേഷ്യോ എന്നത് CACBക്ക് അടുത്ത എക്സാമിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി ഇക്വേഷൻസ് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് തന്നെ പോവുക. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അപ്പൊ ആ ഒരു ചോദ്യത്തിന് മുൻപ് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ CACB ഇങ്ങനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട്, അല്ലെ? പ്രോബ്ലംസ് ഉൾപ്പെടെ നമുക്ക് കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇനി എങ്ങനെ തന്നെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാലും ആദ്യ റാങ്കുകൾ നമ്മൾ നേടുമെന്ന നിശ്ചയദാർഢ്യമുള്ള നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് CCയിൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ CACBയുടെ 6 മന്തും 3 മന്തും ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിഗ് ഡേയ്സ് ഓഫറുമായി ബന്ധപ്പെട്ട് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ CCനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ആദ്യ റാങ്കിലേക്ക് എത്തിക്കുന്ന ഒരു എഡ്യൂടെക് പ്ലാറ്റ്ഫോം ആണ് കോമ്പറ്റേറ്റീവ് ക്രാക്ക്. അപ്പൊ ഒട്ടും സമയം കളയേണ്ട. നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം? 89 21 44 05 80 എന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
ചോദ്യം ഇതാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ₹50,000, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഡബിൾ ദി എമൗണ്ട് ഓഫ് ദി ഓപ്പണിംഗ് സ്റ്റോക്ക് and the cost of goods sold is ₹20 lakh. What is the amount of purchase during the period? എന്താണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്? അതൊക്കെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഹിന്റും തന്നിട്ടുണ്ട്, അതുപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പർച്ചേസ് ഡ്യൂറിംഗ് ദി ഇയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 20,50,000, ഓപ്ഷൻ ബി 19,50,000, ഓപ്ഷൻ സി 21 ലക്ഷം, ഓപ്ഷൻ ഡി 19 ലക്ഷം. എങ്ങനെ നമുക്ക് ആൻസറിലോട്ട് പോകാം? നമുക്ക് നമ്മുടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് മനസ്സിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, നമുക്ക് ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് അല്ലെ. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെ എഴുതും? നമ്മൾ ഇവിടെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 50,000 രൂപയാണ്. 50,000 50K റുപ്പീസ് ആണ് എന്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ളത്. അടുത്ത് തന്നിരിക്കുന്ന ഹിന്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഡബിൾ ദി എമൗണ്ട് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഇരട്ടിയാണ് എന്ത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഇവിടെയാണ് കാണിക്കുന്നത് അല്ലെ. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ 50,000ന്റെ ഇരട്ടി 1 ലക്ഷമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അടുത്തത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ₹20 lakh. സ്റ്റോക്ക് ഓഫ് എത്രയാണ്? നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് എത്രയാണ്? 20 lakh ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 21 ലക്ഷം, ഇവിടെ 50,000. അപ്പൊ ഏറ്റവും കൂടുതലുള്ള സൈഡ് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം എഴുതും അല്ലെ. അപ്പൊ 21 ലക്ഷം നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും എഴുതും. 21 ലക്ഷം എന്ന് എഴുതും. ഇനി എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. 21 ലക്ഷത്തിൽ നിന്നും 50,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20,50,000 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 20,50,000 ആണ്. അതൊക്കെ വളരെ എളുപ്പത്തിൽ ഈ ഒരു ചോദ്യം സോൾവ് ചെയ്യാനായിട്ട് പറ്റി അല്ലെ. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി ഓർക്കുക, എന്താണ് 50,000 നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? അതിന്റെ ഇരട്ടി 1 ലക്ഷമാണ്. ഇനി നമുക്ക് അതുപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് 20 ലക്ഷവുമാണ്. ഇനി നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടുപിടിക്കേണ്ടത് പർച്ചേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പർച്ചേസ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെയാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്നും എന്ത് കുറയ്ക്കണം? നമ്മള് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറയ്ക്കണം. അതിന്റെ കൂടെ നമുക്ക് എന്ത് ആഡ് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യണം. സിംപിളി നമുക്ക് എഴുതി കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് 20 ലക്ഷം, അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്ക് 1 ലക്ഷം, കുറയ്ക്കേണ്ടത് 50,000. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരച്ച് വേണമെങ്കിലും എന്ത് ചെയ്യാം? ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. കുറച്ചുകൂടി എളുപ്പം അല്ലെങ്കിൽ ഓർത്തിരിക്കാനായിട്ട് എളുപ്പം നമ്മൾ ആ ഫോർമാറ്റ് വരച്ച് ചെയ്യുന്നതാണ് എന്ന് തോന്നുന്നു. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾ പോവുക. കാരണം ഒരുപാട് സമയം പ്രോബ്ലംസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ചെലവാക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഇതാണ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഓഫ് എ കമ്പനി ഈസ് 2:3 ആൻഡ് ദി ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ₹30 lakh. Then what is the total capital? Option A 75 lakh, option B 60 lakh, option C 50 lakh, option D 90 lakh. നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ് എന്ന് തന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ ഡെപ്റ്റും ഇക്വിറ്റി ക്യാപിറ്റലും തമ്മിലുള്ള റേഷ്യോ ആണ് 2:3 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തന്നിരിക്കുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30 lakh ആണ്, 30 ലക്ഷം രൂപയാണ്. അപ്പൊ നമുക്ക് ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2:3 ആണ്. അതിന്റെ അകത്ത് നമുക്ക് തന്നിട്ടുള്ളത് ഇക്വിറ്റി ക്യാപിറ്റൽ ആണ്. അത് എത്രയാണ്? 30 ലക്ഷമാണ്. അപ്പം ഈ ഒരു 30 ലക്ഷം എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ അതിന്റെ 1 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? എന്ത് ചെയ്താൽ മതി? 1/5 ചെയ്താൽ മതി അല്ലെ. 30 ലക്ഷത്തിന് 1/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 ലക്ഷം രൂപയാണ് 1/5 എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 5 ആണ്. എങ്ങനെ വരും? 2ഉം 3ഉം കൂടെ ചേരുമ്പോഴാണ് 5 വരിക. അപ്പൊ ഇവിടെ 30 ലക്ഷമാണ് എങ്കിൽ നമുക്ക് ഇവിടെ എത്ര വരും? ഒരു സംശയവും വേണ്ട. 1 × 2, അതായത് 10 × 2 അല്ലെ. 10 ലക്ഷം × 2 എന്ന് പറയുമ്പോൾ 20 ലക്ഷം വരും. അപ്പൊ 20 ലക്ഷവും 30 ലക്ഷവും കൂടി കൂട്ടുമ്പോൾ 50 ലക്ഷമായിട്ട് വരും. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി 50 ലക്ഷമാണ്. ഇവിടെ നമുക്ക് 1ന്റെ വാല്യൂ കിട്ടിയത് എങ്ങനെയാണ്? ഇവിടെ നമുക്ക് 30 ലക്ഷം എന്ന് പറയുന്നത് 3 ആണ് എങ്കിൽ എന്ത് ചെയ്താൽ മതി? 3 എന്ന് പറയുമ്പോൾ ഓക്കെ, ഇത് 50 ലക്ഷം. 50 ലക്ഷമാണ് 5 എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഭാഗം ഏതാണ്? തന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇക്വിറ്റി ആണ്. ഇക്വിറ്റി എന്ന് പറയുന്നത് 3 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം 5
5 ലക്ഷത്തിനെ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ അല്ലെങ്കിൽ 50 ലക്ഷത്തിനെ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 ലക്ഷം എന്ന് കിട്ടും. ആ 10 ലക്ഷത്തിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 30 ലക്ഷം വരുന്നത്. ആ 10 ലക്ഷത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 20 എന്ന് വരിക. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 50 ലക്ഷമാണ്. അതായത് ഡെപ്റ്റും ഇക്വിറ്റിയും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 50 ലക്ഷം വരും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദി വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഓഫ് എ ഫേം is 2:1 and the current liability is 50,000 and the current asset consists of cash rupees 10,000, debtors of rupees 30,000 and the stock in trade. Then what is the value of stock in trade? എന്താണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത്? എത്രയാണ്? 2:1 ആണ്. കറന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് 50,000 ആണ്. കറന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് 50,000. ഇഫ് ദി കറന്റ് അസറ്റ് കൺസിസ്റ്റ് ഓഫ് ക്യാഷ് എത്രയാണ്? 10,000, ഡെപ്റ്റേഴ്സ് 30,000, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? സ്റ്റോക്ക് ഇൻ ട്രേഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ പ്രധാനമായിട്ടും കറന്റ് അസറ്റിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ ക്യാഷും ഡെപ്റ്റേഴ്സും അതുപോലെ സ്റ്റോക്ക് ഇൻ ട്രേഡുമാണ്. അപ്പൊ നമുക്ക് ക്യാഷും തന്നിട്ടുണ്ട്, ഡെപ്റ്റേഴ്സും തന്നിട്ടുണ്ട്, സ്റ്റോക്ക് ഇൻ ട്രേഡ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ, കറന്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കറന്റ് അസറ്റ് ഈസ് ടു കറന്റ് ലയബിലിറ്റി ആണ്. കറന്റ് അസറ്റിൽ നിന്നും കറന്റ് ലയബിലിറ്റി കുറയ്ക്കുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾക്കറിയാം. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1. കറന്റ് അസറ്റ് ഈസ് ടു കറന്റ് ലയബിലിറ്റി. കറന്റ് അസറ്റ് 2ഉം ലയബിലിറ്റി എന്ന് പറയുന്നത് 1ഉമാണ്. കറന്റ് ലയബിലിറ്റി എത്രയാണ്? 50,000 ആണെന്ന് തന്നിട്ടുണ്ട്. 50,000 ആണ് കറന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും കറന്റ് അസറ്റ് എത്ര വരണം? നമുക്കറിയാം 1 ലക്ഷം വന്നു അല്ലെ? 1 ലക്ഷം വന്നു. ഈ 1 ലക്ഷമായിരിക്കും നമ്മുടെ കറന്റ് അസറ്റ് എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് നമുക്ക് ക്യാഷ് എത്രയുണ്ട്? ക്യാഷ് 10,000 ഉണ്ട്. അടുത്തത് ഏതാണുള്ളത്? ഡെപ്റ്റേഴ്സ് 30,000 ഉണ്ട്. ഇനി വരേണ്ടത് ഏതാണ്? സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് നമുക്കറിയില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ ഒരു 1 ലക്ഷത്തിൽ നിന്നും ഒരു 10,000 ഒരു 30,000 കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60,000 എന്ന് കിട്ടും. 60,000 ആയിരിക്കും നമ്മുടെ എന്ത്? നമ്മുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് വരിക. ഒന്നുകൂടി പറയാം, എന്താണ് ചെയ്തത്? ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? 2:1 എന്ന റേഷ്യോ എഴുതി. അതിൻ്റെ അകത്ത് 1 എന്ന് പറയുന്നത് 50,000 ആണ് എങ്കിൽ അതിന്റെ നേരെ ഇരട്ടിയായിരിക്കും എന്ത്? നമ്മുടെ കറന്റ് അസറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം ആയിരിക്കും. ആ 1 ലക്ഷത്തിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചു? നമ്മുടെ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ 30,000വും അതുപോലെ തന്നെ ക്യാഷ് ആയിട്ടുള്ള 10,000, അങ്ങനെ 40,000 രൂപ കുറച്ചു. 1 ലക്ഷത്തിൽ നിന്നും 40,000 രൂപ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 60,000 എന്ന് കിട്ടും. ആൻസർ 60,000. അപ്പൊ മത്സര പരീക്ഷകൾ ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളോടൊപ്പം CC ലേണിംഗ് ആപ്പ് ഉണ്ട്. അപ്പൊ CC അതിന്റെ 10 വർഷത്തെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. PSC, കേറ്ററ്റ്, സെറ്റ്, നെറ്റ്, SSC, RRB അങ്ങനെ ഒട്ടനവധി പരീക്ഷകൾക്ക് ഉദ്യോഗാർത്ഥികളെ തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തി പരിചയമാണ് നമ്മുടെ CC ലേണിംഗ് ആപ്പിനുള്ളത്. അപ്പൊ നമ്മുടെ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഒരു വ്യത്യസ്തമായ പഠനാനുഭവം നിങ്ങൾക്ക് CC തരുമെന്ന കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. അപ്പൊ നമ്മുടെ ഒരു ആപ്പിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8589083568 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ബിഗ് ഡേയ്സ് ഓഫർ നടക്കുകയാണ്. CCയുടെ 10ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള ഓഫേഴ്സ് ആണ്. അപ്പൊ ലിമിറ്റഡ് ടൈം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒട്ടും സമയം കളയാതെ കോൺടാക്ട് ചെയ്തുകൊള്ളുക. നിങ്ങളുടെ പഠനം ഇനി പാതി വഴി നിർത്തരുത്. ജോലി കിട്ടുന്നത് വരെ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്